അത് അവിടെ 2-3 ഉദംസ് നിപ്പുണ്ട്. എന്താ സൗണ്ട് കേൾക്കുന്ന സൈഡില്? അതുണ്ടല്ലേ 2 കരടികൾ അടിവിടുന്നത്. അതിന്റെ കയ്യിലൊന്നും പെട്ട ഒരു രക്ഷ ഉണ്ടാവില്ല. കരടിയെ കൊല്ലാനുള്ള പവറൊന്നുമില്ല. നമുക്ക് പതുക്കെ പോയിട്ട് ആ ഉദംസിനെ പതുക്കൊല്ല. പിന്നെ സ്കൂളിൽ പോലത്തെ ബുദ്ധി വിവരമില്ലാത്തവന്മാരാ. ആകെയുള്ള ഒരു ഉപയോഗം എന്ന് വെച്ചാൽ അവന്മാരുടെ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാം എന്റെ വർഗ്ഗമാണെന്ന്. കുറച്ചുകൂടി അടുത്തോട്ട് പോയിട്ട് നമുക്ക് അമ്പിടാം. ഇപ്പൊ തുടങ്ങിയതുള്ളൂ, എത്ര ഡിഫിക്കൽട്ടാന്ന് പറയാൻ പറ്റത്തില്ല. തലയ്ക്ക് നോക്കിയിട്ട് എന്നാ പിടിച്ചോ ഒന്നേ ചത്തില്ലേ അവൻ? അത് ഹെഡ്ഷോട്ട്, അത് ഹെഡ്ഷോട്ട്. കണ്ടാ ഇത്രയുള്ളൂ. നേരത്തെ അടിച്ചു വെച്ചോണ്ട് ചത്ത്. ഇവിടെ നമുക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ല. അടുത്ത് കരടി എങ്ങാനുണ്ട്. എത്രയും പെട്ടെന്ന് ഇവിടെ എസ്കേപ്പ് ആണല്ലേ ഈ സൗണ്ട് ഇട്ട് കരടി വരും. അപ്പൊ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഗെയിം ഫാർ ക്രൈ പ്രൈമൽ പാർട്ട് 2. നമ്മൾ കഴിഞ്ഞ തവണ സൈലയുടെ കേവ് കണ്ടുപിടിച്ച് കരടി അടിച്ചൊരു മുറിവ്, കരടിയല്ലല്ലോ സാബർ ടൂത്ത് അടിച്ചൊരു മുറിവുണക്കാൻ നമുക്ക് ഒരു ഗ്രീൻ ലീവ്സ് എന്ന് പറഞ്ഞ സാധനം വേണം. അതെന്താ സാധനം? വെള്ള കളർ മാനോ? ഈ കാടും കൂടെ ഒക്കെ നമ്മൾ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇപ്പൊ കിട്ടിയതുള്ളൂ കാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചടിയൊക്കെ നോക്കാം എന്തൊക്കെയാ ഉള്ളത്. നോക്കേ, അവിടെയാണ് ഗ്രീൻ ലീവ്സ് ഉള്ളതെന്നാണ് പറയുന്നത്, നടിക്കരയിൽ. നമ്മളപ്പോൾ അത് പറിക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കൽ. സൗണ്ട് കേൾക്കുന്നുണ്ട് അറ്റത്ത്. അതാ ഫസ്റ്റത്തെ ഗ്രീൻ ലീഫ് നമുക്ക് കിട്ടി. ഇടതുവശത്ത് എന്തോ സൗണ്ട്. അതാ ഉദംസ്. പ്രാന്തൻ എന്നാ വിളിച്ചു ചത്തില്ലേ? കണ്ടമ്പിട്ടപ്പോൾ ചത്തു. ഫ്ലഷ് ഈറ്റിംഗ് എന്നാ പറയുന്നത്. അതായത് ബാക്കിയുള്ള ആൾക്കാരെ കൊന്നിട്ട് പോകുമ്പോൾ ഒരു ഫ്ലഷ് തിന്നുന്ന ആൾക്കാരാണ്. ഓക്കെ, നോക്കട്ടെ. കിടക്കണ കിടപ്പ് കണ്ടില്ലേ, പാവം. അപ്പോൾ അത് പോയിട്ട് നമുക്കിനി 3 ഗ്രീൻ ലീവ്സ് എടുക്കണം. ഇതിനകത്ത് ഈ 100 വിഷൻ ഓപ്പൺ ആയി കഴിഞ്ഞാൽ എവിടെ ഉള്ളത്? ആ റെഡ് കളർ കാണുന്നുണ്ട്. അതാണ് നമുക്ക് വേണ്ട സാധനം. പോയി നമുക്കതെടുക്കാം. അത് ഈ കാട് മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ഗൈസ്. എന്ത് രസമായിട്ടുണ്ട് നോക്കി. അത് ഈ 100 വിഷൻ ഇട്ട് നോക്കിയാൽ കൊള്ളത്തില്ല, അല്ലാതെ നോക്കിയാൽ നല്ല രസമാണ്. കാണിച്ചുതരാം. 3 കിട്ടി. ഒരെണ്ണം അടുത്ത് തന്നെ ഉണ്ട്. ഇതൊക്കെ ഫസ്റ്റ് മിഷനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നേരെ ചെല്ലിയ ഗ്രീൻ ലീഫ് എടുക്കുക. അടുത്ത് ഉദംസിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഹെഡ്ഷോട്ട്. സർപ്രൈസ്. ചത്തില്ല അവൻ. ഒന്നും കൂടി. അതും കൊണ്ടില്ല. ഇതൊക്കെ അത്രേ ഉള്ളൂ കൊച്ചു പിള്ളേഴ്സ്. നമ്മളല്ല തീരെ ബോധവും വിവരവും ബുദ്ധി ഇല്ലാത്തവന്മാരാണ്. അവന്മാരെ ആൾക്കാരെ കണ്ടാൽ മനസ്സിലാവുന്നതിന് വലിയ ഭാഗ്യം. വേറെ ആരെ കണ്ടാലും അവന്മാർ കൊല്ലും. അല്ലെ വല്ല കരടിയോ മാനോ വന്ന് ഇവന്മാരെ കൊല്ലും, അതേ ഉള്ളൂ. ഓക്കെ, എന്ത് രസമായിട്ടൊന്ന് കാണാൻ. അമ്പാണ് എനിക്ക് അത് ഇഷ്ടം കേട്ടോ. അമ്പെടുക്കുക. അതൊരു മാൻ പോകുന്നു. ഉടല്ലേ നിൽക്കവിടെ. അതാ നിൽക്കൊരു കാര്യം പറയട്ടെ. ഹലോ ഒരു പാവട കാര്യം പറയട്ടെന്ന് പറഞ്ഞപ്പോൾ നിന്ന് നമ്മൾ അടിച്ചു പോകുന്നു. നോക്കി വെള്ളത്തിനടി കിടക്കുന്ന കൊള്ളാമല്ലേ, നൈസ് ഗ്രാഫിക്സ് ഒക്കെ എനിക്ക് ഇഷ്ടമായി. എൻ്റെ മീറ്റ് എടുക്കട്ടെ, നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് മീറ്റ് വേണം. ഇനി സമയം കളയാൻ നേരെ സൈല എടുത്തിട്ട് പോയി അത് കൊടുക്കാം. സൈല അവിടെ മുറിവായിട്ട് ചാവാൻ കിടക്കുക. ഇത് കൊടുത്തിട്ട് വേണം സൈലൊക്കെ ഒന്ന് ഉഷാറായിട്ട് എണീറ്റ് കിടക്കാൻ. നമ്മളെ ഫസ്റ്റ് മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നു. സൈല എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഗ്രീൻ ലീവ്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സൈല നോക്കി കണ്ടടേ. തിന്നാ മതിയോ ഇത്? ആരോ ഒച്ചത്തിൽ നിലവിളിച്ചതാണ് കേൾക്കുന്നത്. ഞാൻ കേട്ടില്ല. ചായ ബജി. എന്താ കാട്ടുന്നത്? ചവച്ചിട്ട് അതപ്പോ കറക്റ്റ് ആട്ടെ. ഇനി അത് മുറിവിലോട്ട് തള്ളിക്കയറ്റി വെച്ച് കഴിഞ്ഞാൽ മുറിവ് ഉണങ്ങുന്നാണ് പറയുന്നത്. നൈസ് നൈസ് നൈസ്. വെറുതെ തിന്നാ. ഓ, സൈലേക്ക് വേദനിക്കുന്നുണ്ട്. ടീപ്പ് കൊണ്ടല്ലേ വേദനിക്കും. ഓക്കെ, നൈസ് ടാക്ടിക്സ്. നൈസ് ആയിട്ടുണ്ട് ഗൈസ്. പണ്ട സമ്മതിക്കണല്ലേ, ഡോക്ടറും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഇതൊക്കെ തന്നെയല്ലേ നമ്മുടെ പൂർവികരും കടന്നു വേണ്ടിയൊക്കെ വന്നത്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ മുറിവൊക്കെ ഹീൽ ചെയ്തതും. പാവങ്ങളെ സ്റ്റിച്ച് പോലും ചെയ്യാൻ പറ്റില്ല. അത് അങ്ങനെ തന്നെ പറയണം. അതുമല്ല ഇനി ഇൻഫെക്ഷൻ ആയി അങ്ങനെ ചാവും കുറെ പേര്. പാവം. സച്ച് എ ടെറിബിൾ ലൈഫ്. വർഷാ താങ്ക് യു. പഠിച്ചോ, ഇതൊക്കെ പഴയകാല ഭാഷകളാണ്. ഓക്കെ, നമുക്കിനി ഉറൂസ് പോയിട്ട്, ഉറൂസ് എന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ട കാട്ടിന്റെ പേര്. ആ സ്ഥലം ഇനി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഓക്കെ, ഒരുപാട് ഡേഞ്ചർ ഉണ്ട് പുറത്ത്. സൈന പറഞ്ഞു തരികയാണ്. കുറുക്കന്മാരും ബെയർസ്, കരടി, ഉദംസ്, ഇതൊക്കെയാണ് പ്രശ്നം. ഓക്കെ, ഓക്കെ. അപ്പൊ സൈല എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുഹയ്ക്കകത്ത് നമ്മൾ സേഫ് ആയിരിക്കും. നമ്മൾ വഴി വെച്ച് കാണുന്ന വെഞ്ചകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം. നോക്കി
+1 വിഞ്ചെന്ന് എഴുതി കാണിച്ചു. നമുക്കൊരു വില്ലേജറും കൂടെ ആയി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് പുറത്ത് കാണുന്ന വിഞ്ചുകളൊക്കെ നമ്മൾ കേവിലോട്ട് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് നമ്മുടെ താവളാക്കണം. ഇവിടുന്ന് ചാടിയ ഒരു പൊടി പോലും കിട്ടത്തില്ല. അങ്ങനെ ടാക്ടിക്കലായിട്ട് പോകണം. ഇതൊന്നും വീട്ടിൽ അനുകരിക്കരുത്. ഓക്കെ, ഡേഞ്ചറസ് പ്ലേ ദിസ് ഈസ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മിഷൻ അവിടെ ഉള്ളത്. അവിടെ ടെൻസി എന്ന് പറഞ്ഞാൽ ഏതോ ആളുടെ ഒരു മിഷൻ കളിക്കാനാണ് നമ്മൾ പോകണം. എന്താ കഥയെന്ന് അറിയില്ല. അങ്ങോട്ടേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്കിത് ഫസ്റ്റ് ബീസ്റ്റിനെ ടൈം ചെയ്യാന്നാണ് പറയുന്നത്. ലെറ്റ്സ് ഗോ. ആദ്യം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തേക്കട്ടെ. ഇതൊക്കെ ആവശ്യം വരും. ഇവിടെ വെറുതെയൊക്കെ വെള്ളം കിടക്കല്ലേ. ചില സ്ഥലത്തൊക്കെ ആഴുണ്ട്. അവിടെയൊക്കെ നീന്താൻ പറ്റും. നോക്കട്ടെ, കണ്ടില്ലേ? കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ ചെല്ലുമ്പോൾ അവിടെയൊക്കെ ആഴുണ്ട്. നൈസ്. ആ കാടിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടാ. നൈസ്. ഏതോ കാക്ക അവിടെ കിടന്ന് തൊള്ള വിളിക്കുന്നുണ്ട്. അതൊക്കെ എന്താണെന്നറിയില്ല. എന്നാലും എടുത്ത് വെക്കുക. ആവശ്യം വരും. കാട്ടി കിടന്ന് കിട്ടുന്നല്ലേ. വുഡ് പൊട്ട് വണ്ടിയൊന്നുമില്ലേ? ആ സൈഡിലൊരു കാട്ടുപന്നിയുണ്ട്. 1 2 3 4. ഐ ഓല്ലേ, നിക്കവിടെ. ചാടി നിന്നിട്ട് ഓടല്ലേ. ഒരു കാര്യം പറഞ്ഞിട്ട്. ഹലോ നിക്കടാ. പാവം 4-5 കുട്ടികൾ ചത്ത് ഓടുപോയി. ഇനി ഓടുവേ. ശവത്തിൽ കുത്തരുന്ന പറഞ്ഞിട്ടുണ്ട്. ഒരു ശവം ആയില്ല. അതിന് മുന്നേ ഞാൻ 2 കുത്തിയത്. നമുക്ക് സമയം കളയാതെ നേരെ കാട് എക്സ്പ്ലോർ ചെയ്ത് പോവാം. വാ, ഇതിൻ്റെ അടുത്ത് ഏതോ വഴി അങ്ങോട്ട് കയറണം. ഇവിടെ ഒരു ബോൺഫയർ കാണുന്നുണ്ട്. ഓക്കെ, ഇത് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ഫാസ്റ്റ് ട്രാവൽ എന്ന് പറഞ്ഞ സാധനം ആക്ടിവേറ്റ് ആവും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇവിടം വരെ ഓർഡർ. ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഇവിടെ ആയിരിക്കും സ്പോൺ ആകുന്നത്. ഓക്കെ, ഇവിടെ ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷെ ഫസ്റ്റത്തെ ബോൺഫയർ ആയതുകൊണ്ടായിരിക്കണം ഇവിടെ ആരെയും കാണുന്നില്ല. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഈസ് സേഫ് ഗൈസ്. വാ, സമയങ്ങളെ നമുക്ക് ആ ബോൺഫയർ കത്തിക്കാം. അത് നമ്മൾ അമ്പിൽ തീ എടുക്കണം. അവിടെ പോയി. ഓക്കെ, ഫസ്റ്റത്തെ ബോൺഫയർ. വാവ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നാ? ഇത് നൈസായിട്ടുണ്ട്. 16 ബോൺഫയർ മൊത്തം നമുക്ക് ക്ലെയിം ചെയ്യാനുണ്ടല്ലോ. ഒരെണ്ണം നമ്മൾ ക്ലെയിം ചെയ്തത് ഈസി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഡിഫിക്കൽട്ടി കൂടി വരും. ഐ ആം റെഡി ഫോർ ദ അഡ്വഞ്ചർ. ലെറ്റ്സ് ഗോ. 3 വില്ലേജറിനെ ഇവിടെ കിട്ടി കേട്ടോ നമുക്ക്. +3. ആദ്യം സൈല ഉണ്ടായിരുന്നു. പിന്നെ ഒരുത്തനെ നമ്മളെ 3. ഇപ്പം മൊത്തം 6 പേരുണ്ട്. കത്തുന്നുണ്ടോ നമ്മുടെ സ്ഥലം? നമുക്ക് പോകേണ്ട സ്ഥലം. ഇതൊക്കെ എന്താ സാധനം? കിട്ടുന്നതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്താണെന്നൊരു പിടിയില്ല. നമ്മൾ ഇവിടാണ് ഉള്ളത്. നമുക്ക് പോകേണ്ട സ്ഥലം എന്തോ അവിടെ കാണുന്നുണ്ട്. അവിടെയാണ്. കുറച്ച് ദൂരമുണ്ട്. അടുത്ത് തന്നെ കരടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടെ വരെ നടന്നു പോയേ പറ്റുള്ളൂ. ഓക്കെ, വേറെ വഴിയില്ല. ഇപ്പം നമുക്ക് ബോൺഫയർ ക്ലെയിം ചെയ്ത് തരണം. അവിടെ നിന്ന് ഇവിടം വരെ നമുക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ളതൊക്കെ നമ്മൾ നടന്ന് തന്നെ പോകണം. സമയങ്ങളെ നമുക്ക് അങ്ങോട്ട് പോകാം. എങ്ങോട്ടാണ് അത് തന്നെ സ്ഥലം. ചടിക്കോ, സൂക്ഷിച്ച് ചടണം. ചിലതൊക്കെ ആഴം കൊടുക്കണമെങ്കിൽ ചത്തു പോകും. ഓക്കെ, അതെന്താ സാധനം? ഇതൊരു റെയർ ടൈപ്പ് എൽക്കാണ് കേട്ടോ. വലിയ സാധനം. അങ്ങനെ ചാവാൻ തോന്നില്ല. അതിനൊക്കെ നമുക്ക് പിടിക്കേണ്ടതായിട്ടുള്ള ചലഞ്ചുകൾ വരും. പോയി അതിനൊക്കെ പിറകെ വിട്ട് കാര്യമില്ല. കിട്ടാൻ പാടാ. കൊമ്പ് കണ്ടിട്ട് കുത്തുണ്ട ചാവും. അതെ, ഇവിടെ കുറച്ച് ഉദംസ്. ഭ്രാന്താണോ? ഒന്നിനെ കൊന്നു കഴിഞ്ഞ ഗൈസ്. ഇനിയും 3 പേര് കൂടെ ഉണ്ട് അവിടെ. അവന്മാർ കുന്തോട് ഇങ്ങോട്ട് എറിയുന്നുണ്ടോ? ഓക്കെ, എനിക്ക് റൈറ്റിലോട്ട് പോകുന്ന ബട്ടൺ വർക്കാവുന്നില്ല. ഞാൻ അതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് വലത്തോട്ട് ഡോഡ്ജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്നാൽ ഇടത്തോട്ട് ഡോഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നോക്കട്ടെ. അവന്മാരെങ്ങനെയാണ് കൊന്നിട്ട് വേണം ബാക്കി അതൊക്കെ ക്ലിയർ ചെയ്യാൻ. അങ്ങനെ കാണുന്നില്ല. അമ്പൊക്കെ മാറ്റി വെച്ച് നമ്മളിപ്പോൾ ക്ലബ് എടുത്ത് അടിക്കുക. അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഒരുത്തനും കൂടി ഉള്ളൂ. വാ, 1 2. അവർ ഒറ്റ അടിക്കാൻ റൈഫിൾ നോക്കിയ 1 HP ആയി. രോഹി, ലൈഫിടി. ആരാടാ അവൻ? അവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. പോയി ഒന്ന് കളക്ട് ചെയ്ത് നോക്കാം എന്താന്ന്. കളക്ട് ചെയ്ത് നോക്കാം. എൻ്റെ ബോഡിക്കകത്തുനിന്ന് ബെഞ്ച ഇവന്റ് കംപ്ലീറ്റഡ്. ഓക്കെ, അതെന്താ സൈഡ് മിഷൻ കണ്ടായിരുന്നു കേട്ടോ. അവിടെ ഉള്ള സ്ഥലന്മാരെ കൊല്ലുക എന്നുള്ളത്. അപ്പോൾ ബെഞ്ചുകൾക്ക് സുഖമായിട്ട് പോകാമല്ലോ. ഇവിടുന്ന് കരടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നോക്കി ആരാ എവിടെയാണ് നോക്കുന്നത്. കരടിയുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടാവില്ല. സ്പോട്ട് ഡെത്ത് ആയിരിക്കും. കരടി ഉള്ളത് കാരണം സൈഡിൽ കൂടെ പോയേ പറ്റുള്ളൂ. ഫ്രണ്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ചാവ് ഉറപ്പാണ്. കരടിയെ ഒന്നാ വെറുതെ അറ്റാക്ക് ചെയ്യുന്ന സാധനം കരടി. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകാൻ പറ്റില്ല. അങ്ങനെ ആ പേട്ട കരടി കാരണം നമ്മൾ 50 മീറ്റർ പോകേണ്ട സ്ഥലത്ത് 1 കിലോമീറ്റർ കറങ്ങിയാണ് പോണത്. താഴെയാണ് മിഷൻ ഉള്ളത്. ആ സാധനം അവിടെ തന്നെ ഉണ്ട്. നോക്കണേ. അതുകൊണ്ടാ നമുക്ക് മിഷൻ തൊട്ടിപ്പുറത്തും കരടി അവിടെ. ഒരു രക്ഷയില്ല. ഇവിടെ വരുന്നത് മിഷൻ സൂം ചെയ്ത് നോക്കട്ടെ. അവർക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്.
എനിക്കിതിനെ മണ്ടലാണെങ്കിൽ സുഖമായി. ഇല്ലടോ, താഴെയായിട്ടാണ് മിഷൻ വരുന്നത്. അതായത് ഈ മല ഇറങ്ങി തന്നെ ചെല്ലണം. ആ കരടിയുടെ സൈഡിൽ കൂടെ തന്നെ പോകണം, വേറെ വഴിയൊന്നുമില്ല. ഓക്കെ, സമയം കളണ്ട, പോവാ. ചാടിച്ചടി പോകാനുള്ള സുഖമുണ്ട്. കാടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ആദ്യം നമുക്കൊരു ബീസിനെ ടൈം ചെയ്യണം, എന്നാലേ കരടിയുടെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സർപ്രൈസ് അറ്റാക്ക് ഒന്ന് നമ്മൾ ചത്തു. ഓക്കെ, ഒളിച്ചും പത്തും പോവുക. അത് അവിടെ കരടി ഉദംസോട്ട് അടിയായിട്ടുണ്ട്. നമ്മളാന്ന് മൈൻഡ് ആക്കണ്ട, നമുക്ക് നമ്മുടെ മിഷൻ കളിക്കാൻ പോവാം. നേരെ ഗുഹയ്ക്കകത്ത് കയറിയാൽ പിന്നെ പ്രശ്നമില്ല. ഓക്കെ, ഫോറസ്റ്റ് മൊത്തം കാടാണെന്ന് പറയുന്നത്. ഇതിനകത്ത് മൊത്തം ഇരുട്ടാണല്ലോ. ഇപ്പോൾ തീ കത്തിച്ചിട്ടുണ്ട്, ഇനി എന്തെങ്കിലും കാണാൻ പറ്റും. സൗണ്ട് കേൾക്കുന്നുണ്ട്, അകത്താരം ഉണ്ട്. എടാ, ഇതെന്താ ഇത്? കഥകളിയോ? പഴയ കാലത്തെ കഥകളിയാണെന്താ ഇത്? ഇതാണോ ടെലിസി? അപ്പാ എന്തുറ്റി? ഞെട്ടിപ്പോയി. സ്ട്രോങ് സ്പിരിറ്റ്. I am the one. Okay. വാവ്, പുള്ളിക്കാരൻ ഒരു സ്ട്രോങ് സ്പിരിറ്റിനെ വരാൻ വേണ്ടിയിട്ട് ഉള്ള പൂജ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കരടിയോ റൈനോസറോസ് അങ്ങനെ എന്തെങ്കിലും. ആ സമയത്താണ് നമ്മൾ കയറി വന്നത്. നമ്മൾ സ്ട്രോങ് സ്പിരിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ വില്ലേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഹിന്ദിയാണോ? കൈ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, പരിപാടി അത് തീയാട്ടാ, വേദനിച്ച പോലും ഇല്ല. എന്താ എലിയുടെ രക്തം നമ്മുടെ രക്തമൊക്കെ വെച്ചിട്ട് എന്തോ ഉണ്ടാക്കാണ് കേട്ടാ. മറ്റേ പറഞ്ഞടക്ക് മറ്റേ വെള്ളക്കശായം കണ്ടാന്ന് തോന്നുന്നുണ്ട്. ഞാൻ കുടിക്കണോ ഈ സാധനം? പോടാ, ഇതൊക്കെ അടിച്ചാലേ മിഷനുള്ളൂ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുടിക്കാം. ബുക്കാറോ എന്ന് പറയുന്നല്ല, കുടിക്കാം. നമ്മളങ്ങനെ വേണ്ട സാധനം കുടിച്ചിട്ടുണ്ട്. തല ഇറങ്ങുന്ന ഇവിടെ തോന്നുന്നുണ്ട് കേട്ടാ. സ്പിരിറ്റ് ബോക്സ് ഫ്രീ. സ്പിരിറ്റുമായിട്ടുള്ള പരിപാടി അലോസിനേഷൻ ആയിരിക്കും. എന്താ സംഭവിക്കുന്നത് ഇവിടെ? കഴിഞ്ഞോ? ചെക്ക് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. നൈസ്. എടാ, വിഷൻ ഓഫ് ബീസ്റ്റ്. നൈസ്. ഏത് സാധനം? ഐ ലൈക്ക് ഇറ്റ്. അതായത് ഒരു ബീസ്റ്റ് എങ്ങനെയാണ് കാണുന്നത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഒരു കുഞ്ഞു കിളിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇതിനൊക്കെ ആരും ബീസ്റ്റായിട്ട് യൂസ് ചെയ്തത്? ചിലപ്പോൾ അല്ല, മീൻകുത്തിയായിരിക്കും. മീൻകുത്തിയാകുമ്പോൾ മീനിൻ്റെ ബീസ്റ്റാണ്. അതിൽ പരുന്നല്ലല്ലോ, അതെന്താ സാധനം? മൂങ്ങ കേട്ടോ ബീസ്റ്റുകളുടെ രാജാവപ്പം. മൂങ്ങ എന്തോ വഴി കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ. വീഡിയോ ഉള്ളതില് നമുക്ക് പറക്കാനൊക്കെ പറ്റൂലത്. നമ്മളെ സ്പിരിറ്റ് പറന്ന് മൂങ്ങയുടെ പുറകെ പോവാണ്. മൂങ്ങ നമ്മളെ എങ്ങോട്ടോ കൊണ്ടുപോവാണ്. നൈസ്. മൂങ്ങയുടെ പുറകെ ഇങ്ങനെ പോയാൽ മതി. കൊള്ളാം. അവിടുന്ന് വെള്ളച്ചാട്ടം വരുന്നുണ്ട്. നൈസിടെ. ഇതുപോലത്തെ ഗ്രാഫിക്സ് ഒന്നും ഞാൻ വേറെ കണ്ടിട്ടില്ല. നൈസ്, വെറൈറ്റി സ്റ്റോറിയിൽ എക്സ്പീരിയൻസ് തന്നെയാണ്. പറന്ന് പോയിട്ടുണ്ട്. കാടിൻ്റെ എല്ലാ മുഖങ്ങളും നമ്മളിപ്പോൾ കണ്ടു തോന്നുന്നു. താഴെ വലിയ ബീസ്റ്റുകൾ. കാട്ടാനെ കണ്ട. നൈസ്. മറ്റേ നേരത്തെ കണ്ട കൊച്ചു ബീസ്റ്റാന്ന് തോന്നുന്നു. ഇത് വലിയ ബീസ്റ്റുകൾ. ഓക്കെ, നല്ല ദിവസം ഒരു ചുഴലിക്കാറ്റുണ്ട്. പ്രശ്നമല്ല. ഏടാ, നമ്മൾ ചുഴലിക്കാറ്റിൽ പെട്ടെന്ന് തോന്നട്ടാ. ബാറ്റ്മാൻ ആണെങ്കിൽ മൊത്തം വെവ്വാല് പറക്കാൻ. ഐ ലൈക്ക് ഇറ്റ്. അവൻ എന്ത് സാധനം നമുക്ക് കലക്കി തന്നത്? ഞാൻ എന്തൊക്കെയാ കാണുന്നത്? നമ്മുടെ മൂങ്ങ അതാ പറന്നു പോയിട്ടുണ്ട്. നെക്കുമൂങ്ങ, വൂൾഫ്, ഇതൊക്കെ വലിയ ബീസിന്റെ സെക്ഷൻ ആട്ടാ. പുള്ളിപ്പുലി, സാബർട്ടൂത്തിരിക്കുന്നുണ്ടോ? അവനൊക്കെ തീയ. സാബർട്ടൂത്തിനേക്കാളും വലിയ സാധനം കരടി കേട്ടോ. അതുകൊണ്ടാണ് കരടി ഏറ്റവും മണ്ടയിൽ വന്നത്. അതിലും വലിയ സാധനമാണ് ഈ മൂങ്ങ. ടൈം ചെയ്യാൻ പറ്റുമോ നമുക്ക്? യെസ് ഗായ്സ്, നമ്മളപ്പോൾ ആദ്യത്തെ ബീസ്റ്റിനെ ടൈം ചെയ്തിരിക്കണം. അതൊരു വലിയ ബീസ്റ്റ്. അതാണ് ഈ ഔൾ അല്ലെങ്കിൽ മൂങ്ങ. ഓക്കെ, നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ ആ മൂങ്ങ വരും. അറ്റാക്ക് ചെയ്യാൻ പറ്റും? ഇല്ല, മൂങ്ങയുടെ വിഷൻ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ മൂങ്ങയായിട്ട് മാറിക്കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് വീക്ഷിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറ്റാക്ക് ചെയ്യാനല്ലാതെ മൂങ്ങയെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ബോധം വന്ന് നമ്മൾ എണീക്കുകയാണ് കേട്ടോ. മൂങ്ങയൊക്കെ അങ്ങോട്ട് ബോണ്ട് ചെയ്തെന്ന്. സ്വപ്നം അല്ലാന്നാണ് പറയുന്നത്. ബീസ്റ്റ് മാസ്റ്റർ, യെസ് ദാറ്റ് ഈസ് മീ. എന്നിട്ട് നമ്മൾ ബീസ്റ്റ് മാസ്റ്റർ ആണ്. ഓക്കെ, ബീസ്റ്റിനെയൊക്കെ നമ്മൾ ടൈം ചെയ്തിട്ട് നമ്മുടെ ബാറ്റിന് വേണ്ടി അവരെ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെ പടം വരയ്ക്കാൻ പോയി. ഒരു ഹൗളിംഗ് ബീസ്റ്റ് ഉണ്ട്. ഓക്കെ, ഹൗളിംഗ് ബീസ്റ്റ് എന്ന് പറയുമ്പോൾ കുറുക്കൻ. ഒരു വൈറ്റ് വുൾഫ് ഉണ്ട്, അതിനെ കണ്ടുപിടിച്ച് അതിനെ ടൈം ചെയ്യണമെന്നാണ് പറയുന്നത്. അതിന്റെ വൈൽഡ് സ്പിരിറ്റിനെ കാമാക്കാനായിട്ട്, സമാധാനപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, പുള്ളിക്കാരൻ നമ്മുടെ ഗുഹയിലോട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത മിഷൻ വൈറ്റ് വുൾഫിനെ ടൈം ചെയ്യാൻ പോകാന്നുള്ളതാണ്. അത് മാപ്പിൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അവിടെ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെയാണ് വൈറ്റ്. അത് അറ്റൻസിയുടെ മിഷൻ കാണുന്നുണ്ടോ മണ്ടയില്? നമ്മുടെ വില്ലേജ് ഇവിടെ ഒരുപാട് ദൂരം വന്നിരിക്കുന്നു. ഓക്കെ, അവിടെയാണ് വൈറ്റ് വുൾഫിനെ ടൈം ചെയ്യാൻ വേണ്ടത്. ഓക്കെ, അതിന് പിന്നെ ഗുഹയിൽ നിന്ന് പുറത്തു പോട്ടെ, എന്നിട്ട് നമുക്ക് പതുക്കെ ടൈം ചെയ്യാൻ. അതിനെ വെളിച്ചം കണ്ടിട്ട് കുറേ നേരമായി, അത് കാരണം പുറത്തോട്ട് പോകണം. അവിടെ കുറച്ച് ഉദംസ് കരടിയൊക്കെ ഉണ്ട് കേട്ടോ, അത് സൂക്ഷിക്കണം. അതാ അവിടെയാണ് എക്സിറ്റ് വരുന്നത്. കൊള്ളാം, ഐ ലൈക്ക് ഇറ്റ്, നൈസായിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഭയങ്കര സംഭവങ്ങൾ പറയാം. നമ്മൾ ആദ്യത്തെ ബീസിനെ ടൈം ചെയ്യാൻ പോവാം. ഉദംസ് അവിടെ ഉണ്ട്. ഇവിടെ സൈഡിൽ കരടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അതുണ്ടല്ലോ 2 കരടി അടിവിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രക്ഷയും കാണത്തില്ല. അത് പതുക്കെ ഒളിച്ച് പോയി ഉദംസിനെ കൊല്ല. കുറേ നേരമായിട്ട് അടങ്ങിയിരുന്നതിൻ്റെ ഒരു ചെറിയ വിരുവിരിപ്പ്, അത് പോയി തീർത്തിട്ട് ഇപ്പോൾ വരാം. വാ, പൊട്ടന്മാർ ഫാമിലി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മണ്ടന്മാരാ. പക്ഷെ അവന്മാർ ഔട്ട് പോസ്റ്റിലോട്ട് കയറി അടിക്കാൻ പോയി കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. അവന്മാർ ആ സമയത്ത് അവിടെ ടീമായിട്ട് നിൽക്കുന്ന കാരണം അമ്പ് ചെയ്യാനും ഒക്കെ അതിനകത്ത് ആൾക്കാരുണ്ട്. ഉദംസ് അല്ല ശരിക്കും ഡേഞ്ചറസ് ആയിട്ടുണ്ട്. 2 കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് ഉദമകളെക്കാളും ഡേഞ്ചറസ് ആണ് ഇസിലകൾ എന്ന് പറഞ്ഞ വേറെ ആൾക്കാരുണ്ട്. അവർക്ക് ഇച്ചിരി കൂടി സിവിലൈസ്ഡ് പീപ്പിൾസാണ്, ബോധം വിവരമൊക്കെ ഉണ്ട്. കരടി വരുന്നതിന് മുമ്പ് രക്ഷപ്പെടാതെ. ഓക്കെ, ഇസിലകളെ കൊല്ലേണ്ടി വരും. ഹലോ ഗൈസ്, നമ്മൾ തിരിച്ച് നമ്മുടെ വില്ലേജ് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം 4-5 പേരായി. ഓക്കെ, 2ാമത്തെ വിഷയം 3ാമത്തെ വിഷയം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇനി അടുത്ത നമുക്ക് വൂൾഫിനെ ടൈം ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പോഴത്തെ സംഭവം എടാ കണ്ടിട്ട് നൈസ്. ഒരു പണിക്കും പോകാതെ പാട്ടും പാടി ഇരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സീ യു.